നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. കേരളം മുഴുവൻ വലവിരിച്ചിരിക്കുകയായിരുന്നു പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട്. ലുക്കൌട്ട് നോട്ടീസ് വരെ പുറത്തിറക്കി രാജ്യത്തിന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷകന്റെ ഓഫീസിലെത്തി ഒപ്പിട്ട് പോയതിന്റെ കുറച്ച് വിവരങ്ങൾ ഈ നിമിഷം പുറത്തേക്ക് വരുന്നുണ്ട്. ഇതുകൂടാതെ മറ്റു ചില തെളിവുകൾ കൂടിയാണ് യുവതിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്നത്. സീൽഡ് വെച്ച കവറിൽ പെൻഡ്രൈവ് ഉൾപ്പെടെയുള്ള രേഖകൾ അഭിഭാഷകന് കൈമാറി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു ശക്തമായ നീക്കത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടക്കുകയാണ് എന്നുള്ളത് വ്യക്തമാകുകയാണ്. രസകരമായ വശം മറ്റൊന്നാണ്. അതായത് വിമാനത്താവളങ്ങളിലടക്കം ലുക്കൌട്ട് നോട്ടീസ് പതിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വ്യാപകമായി പോലീസ് വല വിരിച്ചു. രാഹുലിനെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് രാഹുലിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യേണ്ട എന്ന നിർദ്ദേശം അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നുവെന്നാണ് പോലീസിൻ്റെ ഉന്നതകളിൽ നിന്ന്. എന്തുകൊണ്ടായിരിക്കും ഇത്? രണ്ട് കാരണങ്ങളാണ് മുഖ്യമായി മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ രണ്ട് കാരണവും തെറ്റാണ്. ഒന്ന്, കുറച്ചുകൂടി വൈകിയാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൻ്റെ തൊട്ട് മുൻപ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നത് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും എന്ന വാദം. മറ്റൊന്ന്, ജാമ്യാപേക്ഷ കോടതിയിലെത്തി കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് ശേഷം പെട്ടെന്ന് തിരക്കിട്ട് അറസ്റ്റ് ചെയ്യുക എന്ന രണ്ടാമത്തെ ദൗത്യം. പക്ഷേ ഇത് രണ്ടുമല്ല. സർക്കാരിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരക്കിട്ട് അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്താൽ അടിയന്തരമായി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടി വരും. അത്തരമൊരു ഘട്ടത്തിൽ രാഹുലിന് ജാമ്യം ലഭിച്ചാൽ ഇതുവരെ അവർ ചെയ്തു കൊണ്ടുവന്ന ബിൽറ്റപ്പ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൊളിഞ്ഞടങ്ങും. ഇപ്പോൾ സർക്കാരിന് ഒരു ചിന്ത അത്തരത്തിൽ വന്നിരിക്കുന്നു. പോലീസിൽ അത്തരമൊരു ചിന്ത കടന്നുകൂടിയിരിക്കുന്നു. അതിന് കാരണം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ നൽകിയ ആ ജാമ്യാപേക്ഷ തന്നെയാണ്. ആ ജാമ്യാപേക്ഷയിൽ പലതും രാഹുൽ തുറന്നു പറയുന്നുണ്ട്. എങ്ങനെയാണ് താൻ യുവതിയെ പരിചയപ്പെട്ടത്, യുവതിയുമായുള്ള തൻ്റെ ബന്ധമെന്താണ്, എങ്ങനെയാണ് ഗർഭഛിദ്രത്തിലേക്കും അതിനു മുൻപ് ഗർഭധാരണത്തിലേക്കും എത്തിയത്, ഇക്കാര്യങ്ങളിൽ വളരെ വ്യക്തത വരുത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ജാമ്യാപേക്ഷയിൽ ഇത്തരം പോയിന്റുകൾ തുറന്നു പറഞ്ഞപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഇന്ന് യുവതിയുടെ ചില മൊഴികൾ പുറത്തു വന്നിരുന്നു. തൻ്റെ ഭർത്താവ് ഒന്നിച്ച് താൻ 4 ദിവസം മാത്രമേ താമസിച്ചുള്ളൂ. അതിനുശേഷം തങ്ങൾ പിരിഞ്ഞു. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് ഇവരുടെ വിവാഹം. പക്ഷേ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഹൈന്ദവാചാരപ്രകാരം വിവാഹം ചെയ്തുവെങ്കിലും ഞങ്ങൾ രജിസ്റ്റർ ചെയ്തില്ല എന്ന തൊടുന്യായമാണ് യുവതി ഉയർത്തിയത്. അപ്പോൾ യുവതിയുടെ വാദങ്ങളൊക്കെ പൊളിഞ്ഞെടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. മറുവശത്ത് യുവതിയുടെ വാദങ്ങളെ പൊളിച്ചടുക്കി ഇന്ന് സന്ദീപ് വാര്യർ രംഗത്തെത്തി. സന്ദീപ് വാര്യർ പാലക്കാട്ടുകാരനാണ്. സന്ദീപ് വാര്യർ പറയുന്നത് ഈ യുവതിയും അവരുടെ ഇപ്പോഴത്തെ ഭർത്താവും ആ വിവാഹത്തിൽ സന്ദീപ് വാര്യർ പങ്കെടുത്തിരുന്നു എന്നാണ്. വിവാഹബന്ധം നിലനിൽക്കവെയാണ് രാഹുലുമായി യുവതി ബന്ധം സ്ഥാപിച്ചത് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് സന്ദീപ് വാര്യർ. ഇത് യുവതിയുടെ വാദങ്ങൾ പൊളിക്കുന്നതാണ്. സന്ദീപ് വാര്യർ പറയുന്ന കാര്യങ്ങൾ ശരിവയ്ക്കുന്ന തലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരം വെളിപ്പെടുത്തലുകൾ വരുന്നു. വിവാഹിതയായിരിക്കെ ഫേസ്ബുക്കിലൂടെ യുവതി രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെടുന്നു. പിന്നീട് ഇവരുടെ സൗഹൃദം, ആ സൗഹൃദം പിന്നീട് വളരെ ഒരു അടുപ്പത്തിലേക്ക് വന്നു. അത് ലൈംഗിക ബന്ധം ഉൾപ്പെടെ ഏറ്റവും തീവ്രമായ തലങ്ങളിലേക്ക് കടന്നു. ഈ ഒരു വാദം രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വയ്ക്കുമ്പോൾ യുവതിയുടെ ആദ്യ പരാതിയിലെ അവർ ഉയർത്തിയ ആരോപണങ്ങൾ മുഴുവൻ ചോദ്യം ചെയ്യപ്പെടുകയാണ്. രണ്ടാം ഘട്ടത്തിൽ യുവതി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി. അതിനു മുൻപ് നമ്മുടെ പോലീസ് സൂപ്രണ്ടിന് മുന്നിൽ മൊഴി നൽകിയിരുന്നു. അപ്പോൾ യുവതി പോലീസിന് നൽകിയ മൊഴി പൊളിച്ചെടുക്കാനുള്ള ശ്രമം രാഹുൽ നടത്തുന്നു. അതിനെ ശരിവയ്ക്കുന്ന തലത്തിലുള്ള വെളിപ്പെടുത്തലുകൾ സന്ദീപ് വാര്യർ നടത്തുന്നു. ചുരുക്കത്തിൽ യുവതിയുടെ വാദം പൊളിയുന്നോ എന്ന സംശയം സർക്കാരിനെ പിടികൂടുന്നു. സർക്കാർ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നുള്ള ആക്ഷനുകളിൽ നിന്നൊന്ന് പിന്നോട്ട് വലിഞ്ഞു. എന്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടത്? യുവതി ഒരു പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്നു. പരാതി അവിടെ കൈമാറുന്നു. സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് പോലീസ് പാലക്കാട് രാഹുലിൻ്റെ ഓഫീസിലേക്ക് പായുന്നു. DYFI ഓഫീസ് വളയുന്നു. അവിടെ റീത്ത് വയ്ക്കുന്നു. പാലക്കാട്ട് വിട്ട് രാഹുൽ പുറത്തേക്ക് കടക്കാതിരിക്കാൻ വലവിരിച്ച് പോലീസ് നിൽക്കുന്നു. പെട്ടെന്ന് തൊട്ടടുത്ത ദിവസം അന്ന് രാത്രി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു. തൊട്ട് അടുത്ത ദിവസം രാവിലെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു.
എത്രയും പെട്ടെന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്നു. രാഹുൽ ഏതാനും മണിക്കൂറുകൾക്കകം അറസ്റ്റിലാകും എന്ന പ്രചരണം. അപ്പോൾ അത്ര ത്വരിതഗതിയിൽ ഈ നടപടികളുമായി മുന്നോട്ട് പോയ സർക്കാരും പോലീസുമൊക്കെ പൊടുന്നനെ പിന്നോട്ട് വലിഞ്ഞിരിക്കുന്നു. അതിപ്പോൾ രാഹുലും സംഘവും ഉയർത്തുന്ന മറുവാദങ്ങളുടെ കൂടി ഒരു ഭാഗമാണ്. ഇതിൽ നമുക്കൊരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായി ന്യായീകരിക്കുകയാണ്. കാരണം വിവാഹിതയായ ഒരു യുവതിയുമായി രാഹുൽ ഇത്തരമൊരു ബന്ധത്തിന് പോയി എങ്കിൽ രാഹുൽ ഒരു പൊതുപ്രവർത്തകനാണ്, മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ആളാണ്. തീർച്ചയായിട്ടും രാഹുലിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഒന്ന്. രണ്ട്, പക്ഷേ യുവതിയുടെ ഭാഗത്തോ യുവതി പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ, യുവതിയുടെ വാദം കോടതിയിൽ പൊളിഞ്ഞടുങ്ങിയാൽ പൂർണ്ണമായും ദുർബലമാകും ഈ യുവതിയുടെ പരാതി. ഇക്കാര്യത്തിൽ ഭയം സർക്കാരിന് പിടികൂടിയിരിക്കുന്നു. ഒരു വിവാഹ ബന്ധം നിലനിൽക്കെ മറ്റൊരാളുമായി ഒരടുപ്പം സൂക്ഷിക്കുകയും അത് ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു, ഗർഭം ധരിക്കുന്നു, ഗർഭഛിദ്രം നടത്തുന്നു. ഇവിടെ ഒട്ടനവധി അസ്വാഭാവികതകളുണ്ട്. ഓഗസ്റ്റ് 22-നായിരുന്നു, 2024 ഓഗസ്റ്റ് 22-നായിരുന്നു യുവതിയുടെ വിവാഹം. അത് കഴിഞ്ഞ് കൃത്യം 7-ാം മാസം മാർച്ച് 4-ാം തീയതി യുവതിയുമായി തനിക്ക് ലൈംഗിക ബന്ധമുണ്ടായി എന്ന് രാഹുലും സമ്മതിക്കുന്നു. യുവതി പറയുന്നു ആദ്യ ലൈംഗിക ബന്ധത്തെക്കുറിച്ച്, അതിനെ ബലാത്സംഗം എന്നാണ് യുവതി വിശേഷിപ്പിക്കുന്നത്. നമ്മൾ ആദ്യം കേട്ടത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയായിരുന്നു. അത് പക്ഷേ പിന്നീട് യുവതി തന്നെ മാറ്റി പറഞ്ഞു, ബലാത്സംഗം എന്ന് യുവതി പറഞ്ഞു. നമുക്കറിയാം ഓഗസ്റ്റ് 22-നും മാർച്ച് 4-നും ഇടയിൽ 7 മാസത്തെ ഒരു ഗ്യാപ്പേ ഉള്ളൂ. മാസങ്ങളോളം യുവതിയും ഭർത്താവും ഒരുമിച്ച് താമസിച്ചു എന്ന് വെളിപ്പെടുത്തുകയാണ് സന്ദീപ് വാര്യർ. ഈ ഡിസംബർ മാസമാണ് സാധാരണ ചലച്ചിത്രോത്സവമൊക്കെ നടക്കുന്നത്. ചലച്ചിത്രോത്സവവുമായി ബന്ധപ്പെട്ട് മറ്റ് ചിലർ ഇവരെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ട കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൊക്കെ ഒരു പൊരുത്തക്കേട് തോന്നും. ഇനി മാസങ്ങളോളം ഒരുമിച്ച് താമസിച്ചാൽ നമുക്കറിയാം ജനുവരി, ഫെബ്രുവരി, മാർച്ച് 2-3 മാസത്തെ അല്ലെങ്കിൽ 1 മാസത്തെ ഗ്യാപ്പ്. ഇത്ര പെട്ടെന്ന് ഒരു യുവതിയോട് സെക്സ് ഉൾപ്പെടെയുള്ള ബന്ധങ്ങളിലേക്ക് ഒരു യുവാവിനെ പൊടുന്നതിനെ കടക്കാൻ കഴിയുമോ? ഈ സംശയം നമുക്ക് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുൻപ് രാഹുലിന് പരിചയമുണ്ടായിരുന്നു. ഇനി വിവാഹത്തിന് ശേഷമാണ് പരിചയപ്പെട്ടതെങ്കിൽ ആ വിവാഹബന്ധം വേർപെടുത്താതെയാണ് രാഹുലുമായി ബന്ധം തുടർന്നത്. ഇതിലൊരു വലിയ സംശയം എൻ്റെ മനസ്സിലുള്ളത്, ഒരു പക്ഷേ വിവാഹബന്ധം നിലനിൽക്കുന്നുവെന്ന് മനസ്സിലാക്കി തന്നെ ആവാം രാഹുൽ ഈ യുവതിയുമായി ബന്ധം സ്ഥാപിച്ചത്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ യുവതിയെ ഗർഭം ധരിക്കാൻ നിർബന്ധിക്കുന്ന രാഹുലിനെ നമ്മൾ കാണുന്നു. ഒരാഴ്ച എനിക്ക് തുടർച്ചയായി നിന്നെ വേണം, എനിക്ക് നിന്നിലൊരു കുഞ്ഞു വേണം എന്ന് അതിശക്തമായി പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് ഏറെക്കുറെ ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും വിധമാണ് യുവതി പിൽസ് മുഖ്യമെന്നതിൽ മറുപടി കൊടുക്കുന്നത്. എന്നാൽ മാർച്ച് മാസം 4-ാം തീയതി ഇവർ ഒരുമിക്കുകയും പിന്നീട് യുവതിയുടെ മൊഴിയിൽ പറയുന്നത് 17-ാം തീയതി വീണ്ടും തന്നെ കാണുകയും തൻ്റെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു എന്നാണ്. മാർച്ച് 4-ാം തീയതി ഇരുവരും തമ്മിൽ ബന്ധമുണ്ടായി എങ്കിൽ പിന്നീട് എന്തിനാണ് മാർച്ച് 17-ന് നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്? അവിടെ ആ വാദം പൊളിയുന്നു. പിന്നീട് മാർച്ച് 22-ാം തീയതി ആ നഗ്ന ദൃശ്യങ്ങൾ കാട്ടി തന്നെ ഭയപ്പെടുത്തി വീണ്ടും ലൈംഗിക ബന്ധമുണ്ടായി അല്ലെങ്കിൽ ബലാത്സംഗം നടത്തും എന്ന് യുവതി പറയുന്നു. ഇവിടെ വലിയൊരു കോൺട്രഡിക്ഷൻ നിൽക്കുന്നു. പിന്നീട് നമ്മൾ കണ്ടു മാർച്ചിന് ശേഷം ഏപ്രിൽ മാസം 22-ാം തീയതി അപ്പോഴേക്കും താൻ ഗർഭിണിയായിരുന്നുവെന്ന് യുവതി പറയുന്നു. ഗർഭിണിയായി തന്നെ വീണ്ടും ബലാത്സംഗം ചെയ്തു. പിന്നീട് മെയ് 4-ാം തീയതി, മെയ് 22-ാം തീയതി അപ്പോഴൊക്കെ യുവതി ഗർഭിണിയാണ്. മെയ് 30-ാം തീയതിയാണ് ഗർഭഛിദ്രത്തിലേക്ക് കടക്കുന്നത്. ഇവിടെയെല്ലാം ഒരുപാട് വൈരുദ്ധ്യമുണ്ട്. ഇപ്പോൾ യുവതി മറ്റ് ചില വിശദീകരണങ്ങൾ ഇതിനിടയിൽ നൽകി. നമുക്കറിയാം മാർച്ച് ആദ്യവാരം ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് യുവതി പറഞ്ഞു. തന്നെ വിവാഹം കഴിക്കാൻ രാഹുലിൻ്റെ വീട്ടുകാർ അനുവദിക്കുന്നില്ല, പക്ഷെ ഒരു കുട്ടി ഉണ്ടായാൽ ഒരു പക്ഷേ അനുവദിച്ചേക്കുമെന്ന പ്രതീക്ഷ വന്നു. അങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചു എന്ന്. അവിടെ എവിടെയാണ് ബലാത്സംഗം? അപ്പോൾ ഇതൊരു വലിയ കഥ, ഒരു പ്രഹേളികയായിട്ട് നമുക്ക് തോന്നും. അതായത് വിവാഹിതയായൊരു സ്ത്രീയെ വീണ്ടും വിവാഹം കഴിക്കാൻ ഒരാൾ വാക്ക് കൊടുക്കുന്നു. ഇത് നിയമത്തിന് മുന്നിലും കോടതിക്ക് മുൻപിലും വലിയ ചോദ്യങ്ങൾ ഉയർത്തും. ധാർമ്മികമായി ഇരുവരും ചെയ്തത് മാരകമായ തെറ്റാണ്, വലിയ തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ തൻ്റെടത്തോടെ ഒരുപിടി തെളിവുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകനെ കാണുന്നത്.
തങ്ങളുടെ മ്യൂച്വൽ കൺസെൻറ്റ് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഞങ്ങളുടെ സൗഹൃദമെന്നും ഈ ലൈംഗിക ബന്ധമെന്നും സമർത്ഥിക്കുന്ന നിരവധി രേഖകൾ രാഹുലിൻ്റെ പക്കലുണ്ട് എന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ പറയുന്നു. അതൊക്കെ തങ്ങൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് പറയുന്നു. സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ വിധികളൊക്കെ പരിശോധിക്കുമ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു വിവാഹേതര ബന്ധം അല്ലെങ്കിൽ ഒരു ലൈംഗിക ബന്ധം അത്ര കണ്ട് അത് കുറ്റം നിലനിൽക്കുന്നതല്ല. പക്ഷേ ഇവിടെ യുവതി നിരന്തരം അതിശക്തമായ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർത്തുന്നു. രാഹുൽ ഏറെക്കുറെ നിരായുധനായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ. പക്ഷെ അപ്രതീക്ഷിതമായി രാഹുൽ തൻ്റെ ജാമ്യാപേക്ഷയിലൂടെ തിരിച്ചടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിലപ്പുറം ഇപ്പോൾ വളരെ കരുത്തോടെ തിരുവനന്തപുരത്തെത്തി അഭിഭാഷകനെ കണ്ടു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. തിരുവനന്തപുരത്തെത്തി അഭിഭാഷകനെ കണ്ടു എന്നത് ഇനി കെട്ടിച്ചമയ്ക്കപ്പെട്ടൊരു കഥയാണ്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് രാഹുൽ വന്നിരുന്നു എന്നൊന്നും നമുക്കിപ്പോൾ നിശ്ചയിക്കുക. എന്തായാലും അക്കാര്യത്തിൽ ഏറെക്കുറെ രാഹുലിൻ്റെ അഭിഭാഷകൻ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. അഭിഭാഷകൻ പറയുന്നത് അതിശക്തമായ തെളിവുകൾ രാഹുലിൻ്റെ പക്കലുണ്ട്. അപ്പോൾ യുവതി തൻ്റെ കയ്യിലിരുന്ന തെളിവുകളൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ നിരത്തിവെച്ചു എങ്കിൽ തൻ്റെ കയ്യിലുള്ള തെളിവുകൾ സൂക്ഷ്മതയോടെ കോടതിക്ക് മുൻപിൽ എത്തിക്കാനുള്ള ശ്രമമാണ് രാഹുൽ നടത്തുന്നത്. കേരള സമൂഹത്തിന് മുന്നിൽ രാഹുൽ വലിയൊരു വീഴ്ച സംഭവിച്ച വ്യക്തിയാണ്, അതിൽ വ്യത്യാസമില്ല. പക്ഷേ നിയമത്തിന് മുന്നിൽ താൻ തെറ്റുകാരനല്ല എന്ന രാഹുലിൻ്റെ വാദം ഒരു പക്ഷേ ജയിക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ഇരയ്ക്കൊപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. എങ്കിലും ഇരയാര് എന്ന ചോദ്യം സമൂഹം ശക്തമായി ഉയർത്തുന്നു. പല തലങ്ങളിൽ ആ ചർച്ച തുടരുന്നു. യുവതിയുടെ ഭർത്താവിനെ സംബന്ധിച്ച് യുവതി പറയുന്നത് ഈ ഭർത്താവ് തന്നെ പീഡിപ്പിച്ചു എന്നാണ്. ഒരു വൈവാഹിക ജീവിതത്തിൽ അതിക്രൂരമായി ഈ യുവതി പീഡിപ്പിക്കപ്പെട്ടു എങ്കിൽ എന്തുകൊണ്ട് ഭർത്താവിനെതിരെ ഇവർ പരാതി കൊടുത്തില്ല? ഭർത്തൃ വീട്ടിൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പീഡനം നടന്നു എന്ന് പറയുകയും വെറും 4 ദിവസം കൊണ്ട് ആ ഭർത്താവിൽ നിന്ന് താൻ ഓടിയകന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒരു വിവാഹം ചെയ്ത് ഒരു പുരുഷൻ അകാരണമായി അവരെ മർദ്ദിച്ചു എങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തിൽ ഒട്ടനവധി വൈകൃതങ്ങളുണ്ടെങ്കിൽ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല? ഭർത്താവിനെതിരെ പരാതി കൊടുത്തില്ല. അപ്പോൾ ഭർത്താവിനെതിരെയുള്ള വീഴ്ചകൾ പെരുപ്പിച്ച് കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ വലിച്ചെടുപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. സ്വാഭാവികമായി നമുക്ക് തോന്നും. അപ്പോൾ ഇതിൽ വലിയ ദുരൂഹതകളുണ്ട്, അസ്വാഭാവികതയുണ്ട്. ഇപ്പോൾ ഈ യുവതിയുടെ ഭർത്താവ് ചില കേന്ദ്രങ്ങളിലൊക്കെ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. താൻ മാസങ്ങളോളം അവർക്കൊപ്പം ഉണ്ടായിരുന്നു, പക്ഷേ സ്ഥിരമായില്ല. ഇടയ്ക്ക് ഞങ്ങൾ വരും, ഇടയ്ക്ക് അകാരണമായി യുവതി പൊട്ടിത്തെറിക്കും, ബഹളമുണ്ടാക്കും, എന്തുകൊണ്ടാണെന്ന് തനിക്കറിയില്ല. ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളാണ് ഈ ഭർത്താവ് നൽകുന്നത്. പക്ഷേ ഈ കേസിൽ ഇനി ഏറെ നിർണായകമാവുക യുവതിയുടെ ഭർത്താവിൻ്റെ വാക്കുകളാവാം. ഇപ്പോൾ പല തലങ്ങളിലുള്ള വാർത്തകൾ നമുക്ക് മുന്നിലുണ്ട്. ഈ ഭർത്താവിനെ ചില രാഷ്ട്രീയ നേതാക്കൾ സമീപിച്ചു. പല തലത്തിലുള്ള അതിശക്തമായ സമ്മർദ്ദം ഈ മനുഷ്യന് മേലുണ്ട്. ഇയാളൊരു വളരെ ഭാവത്താനായ ഒരു നല്ല ആളാണ് എന്നൊക്കെ പലരും ഇയാളെ അടുത്തറിയാവുന്നവർ പറയുന്നു. പക്ഷെ യുവതി എന്തുകൊണ്ടാണ് പ്രണയിച്ചാണ് ഇയാളെ വിവാഹം ചെയ്തതെന്നാണ് നമ്മൾ കേൾക്കുന്നത്. പ്രണയിച്ച് വിവാഹം ചെയ്ത ഒരു വ്യക്തിയെ ദിവസങ്ങൾക്കുള്ളിൽ വലിച്ചെറിഞ്ഞെങ്കിൽ അതിന് എന്താണ് കാരണം? അയാൾ അത്രയേറെ ക്രൂരനാണോ? അത്രയേറെ ഈ യുവതിയോട് പീഡനങ്ങൾ നടത്തിയോ? നമുക്കറിയില്ല. ഇവിടെയെല്ലാം വൈരുദ്ധ്യങ്ങൾ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ പെട്ടെന്ന് പിറകോട്ട് വലിഞ്ഞത്, പോലീസ് പെട്ടെന്നൊന്ന് പിറകോട്ട് വലിഞ്ഞത്. എടുത്തിയാടി രാഹുലിനെയും അറസ്റ്റ് ചെയ്ത് വല്ലാത്ത കോലത്തിലെത്തിച്ചാൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമോ എന്നൊരു ഭയം അവരെ പിടികൂടിയിരിക്കുന്നു എന്നതാണ് സത്യം. ഇവിടെ ഇപ്പോൾ ആ യുവതി തന്നെ പറയുന്നുണ്ട് അവർക്ക് ഭർത്താവിൽ നിന്ന് പീഡനങ്ങൾ നേരിട്ടു എന്നുള്ളത്. രാഹുൽ തൻ്റെ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റും ആ പെൺകുട്ടിക്ക് ഭർത്താവിൽ നിന്ന് ക്രൂര പീഡനങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ അവരെന്നെ സമീപിച്ചതാണെന്ന്. രാഹുൽ ഒരു ജനപ്രതിനിധിയാണ്. അയാൾ അല്ല എങ്കിൽ തന്നെയും ഒരു രാഷ്ട്രീയക്കാരൻ ഈ സമൂഹത്തോട്, കേരളത്തിലെ സമൂഹത്തോട്, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തോട് ഒരു ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഒരു പെൺകുട്ടി ഭർത്താവിൽ നിന്ന് പീഡനങ്ങൾക്കിരയായിട്ടുണ്ടെങ്കിൽ അവരെ ഒരു നിയമ നടപടിക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം എന്തുകൊണ്ട് രാഹുൽ നടത്തിയില്ല? രാഹുലിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് ഈ കേരളത്തിലെ സ്ത്രീകളാണ്. ആരോപണങ്ങൾ നിരവധി വന്നപ്പോഴും അയാളെ പിന്തുണച്ച് സംസാരിച്ചത് ഇവിടുത്തെ സ്ത്രീകളാണ്. രാഹുൽ വീണ്ടും പാലക്കാടേക്ക് എത്തുമ്പോൾ അയാളെ സ്വീകരിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നത് സ്ത്രീകളാണ്. അപ്പോൾ
അങ്ങനെ ഒരു സ്ത്രീ തന്നെ സമീപിക്കുമ്പോൾ അവരെ നിയമ നടപടികൾക്ക് കൊണ്ടുപോകാതെ പകരം അവരെ ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് രാഹുൽ എന്തുകൊണ്ട് മാറി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അല്ല, പ്രശ്നം പറഞ്ഞു വയ്ക്കുന്ന രാഹുലിന്റെ ജീവിതം സ്ത്രീകൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു. അങ്ങനെയല്ല, ഒരു രാഹുൽ എന്നല്ല ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനാകുമ്പോഴും തന്നെയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ മുകേഷ് MLA-ക്കെതിരെ ആരോപണങ്ങളൊക്കെ വന്ന സമയത്ത് പൊട്ടിത്തെറിച്ച് സമൂഹത്തിൽ സംസാരിച്ച ഒരാളാണ്. അയാൾ സ്ത്രീ പീഡകനാണ്, സ്വന്തം ഭാര്യയെ തൊഴിച്ചവനാണ്, ചവിട്ടിയവനാണ് എന്നൊക്കെ പറഞ്ഞ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ല, ഇവിടെ കാതലായ ഒരു പ്രശ്നം എന്തുകൊണ്ട് ഈ യുവതി ഒരു നിസ്സാരക്കാരിയല്ല. യുവതിയെ നമുക്കറിയാം, നല്ല ഒരു തൊഴിലിടത്തിൽ അസാധാരണമായ സ്വാധീന ശക്തിയുള്ളവരുമായി ഇടപഴകുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. ആ യുവതിക്ക് ഒരു നാട്ടുമ്പുറത്തുകാരിയുടേത്, ഒരു വീട്ടമ്മയുടെ ഒരു മനസ്ഥിതിയല്ല. വിശാലമായ ലോകത്താണ് അവർ ജീവിക്കുന്നത്. അവർ മറ്റൊരു ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അവരുടെ തൊഴിലിടത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഗാർഹിക പീഡനം നേരിട്ടു എന്നത് ശരിയാണെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് അതിനെതിരെ ഒരു പരാതി നൽകുക. ഇവിടെ വനിതാ കമ്മീഷനുണ്ട്, പോലീസുണ്ട്. അതല്ലാതെ ഇത്തരമൊരു ഘട്ടത്തിൽ ഫേസ്ബുക്ക് വഴി രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിളിച്ചു വരുത്തി തങ്ങളുടെ കുടുംബ പ്രശ്നം പറഞ്ഞു തീർക്കാൻ നോക്കുകയല്ല. അതിൽ അസ്വാഭാവികതയുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലിനോടൊരു ബന്ധം സ്ഥാപിക്കുകയും അതൊരു സൗഹൃദമായി വളരുകയും ചെയ്യുമ്പോൾ ഒരാൾ മാത്രമല്ല തെറ്റ് ചെയ്യുന്നത്. ആ സൗഹൃദത്തിലേക്ക് അയാളെ വലിച്ച് അടുപ്പിച്ച യുവതിക്കും അതിൽ പങ്കുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര വിശാല മനസ്ഥിതിയുള്ള സ്ത്രീകളെയെല്ലാം പുനരുദ്ധരിക്കാനായി ജനിച്ചവനൊന്നുമല്ല. രാഹുൽ പൊതുവെ നമ്മളിപ്പോൾ പഠിച്ചെടുത്തുള്ളൊരു ഞരമ്പ് രോഗിയാണ്. അപ്പോൾ കൊള്ളാവുന്ന ഒരു സ്ത്രീ ഫേസ്ബുക്കിൽ അയാളെ ഒന്ന് പരിചയപ്പെട്ടപ്പോൾ ഒരു നിമിഷാർത്ഥം കൊണ്ട് സൗഹൃദത്തിലേക്ക് കടന്ന ഒരു വിഡ്ഢിക്കൂശ്മാണ്ഡമാണ്. അതിലപ്പുറം കൃത്യമായ ഞരമ്പ് രോഗമുള്ളവൻ, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ രാഹുൽ എന്ന രാഷ്ട്രീയക്കാരൻ വേറിട്ട് നിൽക്കുന്നു. അയാൾക്ക് കരുത്തുണ്ട്. അയാളുടെ വെല്ലുവിളികൾ പലപ്പോഴും ഇപ്പോൾ പരിഹസിക്കപ്പെടുന്നത് ഇത്തരത്തിലാണ്, സ്വന്തം വ്യക്തി ജീവിതം ചേർത്ത് വെച്ചാണ്. അപ്പോൾ അത് പരിഹസിക്കപ്പെടണം, അത് ധാർമ്മികമായി ചോദ്യം ചെയ്യപ്പെടണം. പക്ഷെ രാഹുൽ കടന്നു വരുന്നു. നമുക്ക് അയാളുടെ രാഷ്ട്രീയം മാറ്റിവെച്ച്, അയാളുടെ നേതൃസ്ഥാനം മാറ്റിവെച്ച് അയാളെ ഒരു സാധാരണ വ്യക്തിയായി കണ്ടാൽ, ഏറെ ബലഹീനതകളുള്ള ഒരു പുരുഷനായി കണ്ടാൽ രാഹുൽ ഈ സ്ത്രീയിലേക്ക് വരുന്നു. ഇവർ തമ്മിൽ അടുക്കുന്നു. ഒരു പക്ഷെ അതിനുശേഷമായിരിക്കാം ഇവരുടെ കുടുംബത്തിൽ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടായത്. ഇത് നമുക്കൊരു ജനറലൈസ് ചെയ്തൊന്ന് ഉപമിക്കാം. ഈ സാധാരണ വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ മറ്റൊരു സ്ത്രീയെ പുരുഷനെ സമീപിക്കുമ്പോൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കഥയുണ്ട്. എൻ്റെ കുടുംബം അത്ര ഭദ്രമല്ല, അയാൾ ശരിയല്ല, അല്ലെങ്കിൽ അവൾ ശരിയല്ല. ഇതെല്ലാത്തിനുമുള്ളൊരു ലൈസൻസാണ്. അപ്പോൾ ഈ ഒരു താക്കോൽ ഉപയോഗിച്ച് മറ്റൊരു ബന്ധം അങ്ങ് തുറക്കുന്നു. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു യുവതി തൻ്റെ ഭർത്താവിനെ കുറ്റം പറഞ്ഞ് സമീപിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരിക്കലും പാടില്ല. അവർക്ക് അതിനുള്ള നിയമ സംവിധാനങ്ങളിലെയാണ് സമീപിക്കേണ്ടത്. രാഹുലിനെ സമീപിച്ചു, സൗഹൃദത്തിലേക്ക് കടന്നു, ശരിയാണ്. അപ്പോഴും സന്ദീപ് വാര്യർ പറയുന്നത് ശരിയല്ല എന്ന് നമുക്കിപ്പോൾ പറയാൻ വയ്യ. അപ്പോൾ സന്ദീപ് വാര്യർ പറയുന്നത് ശരിയാണെങ്കിൽ വിവാഹബന്ധത്തിനൊപ്പം രാഹുൽ മാങ്കൂട്ടവുമായുള്ള ബന്ധം തുടരുന്നു. പിന്നെ ഇത് വളരെ എക്സ്പ്രസ് വേഗതയിലല്ലേ കാര്യങ്ങളിലെത്തുന്നത്, കുഞ്ഞുണ്ടാവുന്നത്. പിന്നീട് ഭർത്താവുമൊത്ത് താമസിക്കുന്നതിനിടയിലാണ് ഈ ബന്ധം തുടരുന്നതെങ്കിൽ ധാർമ്മികമായി വലിയ തെറ്റല്ലേ? അപ്പോൾ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയായിരിക്കും ഒരു കുബുദ്ധി ഇതിൽ പ്രയോഗിച്ചിരിക്കുക, നമുക്കത് വ്യക്തമാകുന്നത് ഇങ്ങനെയാണ്. അതായത് മാർച്ച് ആദ്യവാരം രാഹുൽ പറയുന്നു, എനിക്ക് തുടർച്ചയായി ഒരാഴ്ച ബന്ധപ്പെടണം, എനിക്കൊരു കുഞ്ഞിനെ വേണം. ഇപ്പോൾ പറ്റില്ല എന്നൊക്കെ യുവതി പറയുന്ന തലത്തിലാണ് പിൽസ് മുഖ്യം എന്നൊക്കെ എഴുതുന്നുണ്ടല്ലോ. പക്ഷേ രാഹുൽ അവിടെ നിർബന്ധം പിടിക്കുന്നു. ഇപ്പോൾ ചില മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നു, ചില പ്രത്യേകതരം ആൾക്കാർക്ക് ഇങ്ങനൊരു മനസ്ഥിതി ഉണ്ടെന്ന്. സ്വന്തം കുഞ്ഞിനെ വേണം, അതൊരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. അതിന് ചില പദപ്രയോഗങ്ങളൊക്കെ ഉണ്ട്, രോഗാവസ്ഥ എന്നൊക്കെ പറയുന്നു. അത്തരം എന്തെങ്കിലും രോഗാവസ്ഥയാണോ എന്നറിയില്ല. എന്തായാലും കുഞ്ഞിനെ വേണമെന്ന് വാശി പിടിക്കുന്നു. ഇവിടെ ആ യുവതി പറഞ്ഞ വാദം നിലനിൽക്കില്ല. കാരണം യുവതി പറയുന്ന ഒരു കുഞ്ഞുണ്ടെങ്കിൽ വിവാഹം ചെയ്യാം എന്ന് രാഹുലിൻ്റെ വീട്ടുകാർ സമ്മതിച്ചു വന്നു. അതായത് ഇതിനേക്കാൾ വലിയ പണ്ടത്തരല്ല. നേരെ വിവാഹം കഴിപ്പിക്കാത്തവരെ കുഞ്ഞിനെ കൊണ്ട് എന്നാ കഴിപ്പിക്കുമോ, പ്രത്യേകിച്ച് മറ്റൊരാളുടെ ഭാര്യയായി താമസിക്കുമ്പോൾ. എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരിക്കാം. ഒരുപക്ഷെ കുഞ്ഞ് ഗർഭിണിയായതിനു ശേഷം പെട്ടെന്ന് ഒരു സ്ത്രീയല്ല, അവരുടെ മനസ്സ് വല്ലാണ്ട് ഭയപ്പെട്ടു പോയിരിക്കാം, അല്ലെങ്കിൽ അസ്വസ്ഥമായിരിക്കാം. അപ്പോൾ ഭർത്താവുമായുള്ള ബന്ധം അവിടെ പൊളിയുന്നു. അത് കറക്റ്റാണ്. കാരണം ഏപ്രിൽ മാസത്തിൽ ഭർത്താവുമായുള്ള ബന്ധം പൂർണ്ണമായി തകർന്നു എന്നാണ് ഈ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. അപ്പോൾ പൂർണ്ണമായും ഏപ്രിൽ മാസത്തിൽ തകർന്ന യുവതി എല്ലാം നഷ്ടപ്പെട്ടു. ഭർത്താവുമില്ല,
തൊട്ടപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു കുഞ്ഞാണ് എന്നിരിക്കെ യുവതി വല്ലാതെ ആഗ്രഹിച്ചാണ് ഭർത്താവിനെ ഉപേക്ഷിച്ച് രാഹുലിനൊപ്പം ഒരു വിവാഹം കഴിച്ച് മുന്നോട്ടൊരു ജീവിതം. അവിടെ രാഹുൽ ഒരുപക്ഷെ തൻ്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റി ഭയന്നു പോയിരിക്കാം. കാരണം തൻ്റെ കുഞ്ഞൊക്കെ ശരി തന്നെ, അത് മറ്റേ ഭർത്താവ് നോക്കിക്കോളും എന്നൊരു വിചാരത്തിലാകും രാഹുൽ അതുവരെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തത്. പക്ഷേ ആ ഓപ്പറേഷൻ മൊത്തം പൊളിഞ്ഞു. കാരണം ഭർത്താവ് പോയി, യുവതി വഴിയിലുമായി, തൻ്റെ തലയിലേക്ക് കയറുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പിച്ചു. അപ്പോൾ രാഹുൽ എന്താ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നത്? രാഹുൽ പറഞ്ഞു ഗർഭചിത്രം മസ്റ്റാണ്. പിന്നീട് ഗർഭചിത്രത്തിന് യുവതിയെ പ്രേരിപ്പിച്ചു. അപ്പോൾ ഗർഭചിത്രത്തിന് മുൻപ് ഗർഭിണിയായ യുവതി പാലക്കാട്ടെത്തി 2 തവണ. പാലക്കാട്ട് രാഹുലിൻ്റെ ഫ്ലാറ്റിലെത്തി. അതൊരു നിഷ്കളങ്കമായ കൂടിക്കാഴ്ചയായിട്ട് നമുക്ക് കരുതാൻ വയ്യ. ബലാത്സംഗം ചെയ്ത് ഗർഭിണിയായിട്ട് വീണ്ടും ആരെങ്കിലും അയാളുടെ പുറകെ പോവോ? ഇല്ലല്ലോ. അപ്പോൾ ഗർഭിണിയാക്കപ്പെട്ട അല്ലെങ്കിൽ ഗർഭിണിയായ യുവതി പാലക്കാട്ടേക്ക് എത്തിയത് മറ്റ് ചില നെഗോഷിയേഷന് വേണ്ടിയായിരിക്കാം. വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ എന്നെ നോക്കണം, കുഞ്ഞിനെ നോക്കണം, ഇതൊക്കെ പറഞ്ഞാവാം. അവിടെ വളരെ പാനിക്കായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം മസ്റ്റായിട്ട് വേണമെന്ന് യുവതിയോട് ആവശ്യപ്പെടുന്നു. അവിടെ ഇനി ഗർഭചിത്രം നടത്താൻ എന്തെങ്കിലും വാക്ക് കൊടുത്തോ എന്നും പറയാൻ കഴിയില്ല. കാരണം ഇവിടെ എങ്ങനെയും തടി വീഴണമല്ലോ. എന്തായാലും സുഹൃത്തിൻ്റെ കയ്യിൽ ഗർഭചിത്രത്തിനുള്ള ഗുളിക കൊടുത്തു വിടുന്നു, ഗുളിക കഴിപ്പിക്കുന്നു, യുവതി ഗർഭചിത്രം നടത്തുന്നു. അതോടെ ഭൂലോകപ്പെട്ടിലായി യുവതി. കാരണം ഭർത്താവ് പോയി, ഉള്ളിലുണ്ടായിരുന്ന ഗർഭം പോയി, രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു തരത്തിലും കിട്ടുന്നില്ല. ആകെ ഫ്രസ്ട്രേറ്റഡായി കാണും. ഇതോടെ കലിപ്പ് പൊട്ടി പരാതിയുമായി രംഗത്തിറങ്ങി. പക്ഷെ പരാതിയുമായി രംഗത്ത് യുവതി അങ്ങനെ പരസ്യമായി ഇറങ്ങിയിരുന്നില്ല. യുവതി തൻ്റെ വിഷമങ്ങളെല്ലാം ഏറ്റവും അടുത്ത ഒരു വനിതാ സുഹൃത്ത്, നമുക്കറിയാം ആ വനിതാ സുഹൃത്തിനെ കേരളത്തിലെ പത്രപ്രവർത്തകർക്കൊക്കെ അറിയാം, വനിതാ സുഹൃത്തിനോട് പറയുന്നു. അവർക്ക് ചില ദൃശ്യങ്ങളല്ല ഈ ശബ്ദരേഖകളും വാട്സാപ്പ് ചാറ്റുകളുമൊക്കെ അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അയച്ചു കൊടുത്തു. ആരോടെങ്കിലും ഇതെല്ലാം തുറന്നു പറയണമല്ലോ. യുവതി ഏറ്റവും അടുത്ത കൂട്ടുകാരിയോട് പറഞ്ഞു. പക്ഷെ അവിടെ കൂട്ടുകാരി ചതിച്ചു. കൂട്ടുകാരി ചതിക്കാനൊരു കാരണമുണ്ട്. ആ വനിതാ സുഹൃത്തിൻ്റെ മറ്റൊരു സുഹൃത്തുണ്ട്, ഒരു ജേർണലിസ്റ്റ്. അയാളെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വല്ലാണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു SDPI ബന്ധം പറഞ്ഞ് ഒരു പ്രമുഖ ചാനലിലെ റിപ്പോർട്ടറെ. അന്നോട്ട് ആ ചാനലിൻ്റെ ഈ റിപ്പോർട്ടറും ഈ ചാനൽ മുതലാളിയുമൊക്കെ രാഹുലിനെ എവിടെയെങ്കിലും വെച്ച് തീർക്കാൻ വേണ്ടി നടക്കുകയാണ്. അങ്ങനെയാണ് ഒരു ചാൻസ് കിട്ടുന്നത്. അപ്പോൾ ഈ വനിതാ ജേർണലിസ്റ്റിൽ നിന്ന് ഇത്തരം ചില ശബ്ദരേഖകൾ ഇയാൾ സ്വന്തമാക്കി കേരളത്തിലെ ചില ചാനലുകളിലൂടെ ഇത് പുറത്തുവിട്ടു. ഇതോടെ രാഹുൽ അടപടലം വെട്ടിലാകുമെന്ന് കരുതി. പക്ഷേ യുവതി അപ്പോഴും നിശബ്ദത അങ്ങ് തുടർന്നു. യുവതി പകരം രാഹുലിനോട് വിവാഹം കഴിക്കണമെന്നൊരൊറ്റ ആവശ്യത്തിൽ ഊന്നു നിന്നു. അതിലെവിടെയെങ്കിലും വെച്ച് രാഹുലിനെ സമ്മതിപ്പിക്കാമെന്നാണ് ആ യുവതി കരുതിയത്. വലിയൊരു നെഗോഷിയേഷൻ അതിനിടയിൽ നടന്നിട്ടുണ്ടാകും. പക്ഷേ ആകെക്കൂടി നാശകോശമായ രാഹുൽ പിന്നീട് ഏതായാലും നാറാനുള്ളത് നാറി, ഇനി ഇത് എടുക്കില്ല എന്നുള്ളൊരു ഘട്ടത്തിലെത്തി കാണും. അതിൻ്റെ തുടർച്ചയായി രാഹുൽ വളരെ പാലക്കാടൊക്കെ സജീവമായി അനുശ്രീയുടെ തോളിൽ കൈയിട്ട് നടക്കുന്നു, ആ നടി. അങ്ങനെ രാഹുൽ വളരെ സന്തുഷ്ടനായി നടക്കുന്നത് കണ്ടപ്പോൾ യുവതിക്ക് വീണ്ടും കലിപൊട്ടി. ഇതിനിടയിൽ കുറേ രാഷ്ട്രീയ താല്പര്യമുള്ളവർ, സ്വാർത്ഥ താല്പര്യക്കാരൊക്കെ നൂഴ്ന്നു കയറി പലരുടെയും ഒരു സമ്മർദ്ദത്തിലായിപ്പോയി യുവതി. എല്ലാറ്റിനും ഒടുവിൽ യുവതിക്കെതിരെ കട്ടയ്ക്ക് രംഗത്തിറങ്ങിയ ദീപ ജോസഫ്, രാഹുൽ ഈശ്വർ തുടങ്ങിയ ഒരുപടി ആളുകൾ. ഇതൊക്കെ കൂടി കണ്ടപ്പോൾ ഇനിയും നിങ്ങൾ പരാതി കൊടുത്തില്ലെങ്കിൽ നിങ്ങളാകെ വഷളാകുമെന്നൊക്കെ ഈ രാഹുലിൻ്റെ ശത്രുക്കൾ ഇവരെ ഉപദേശിച്ചു. ഒരു സുപ്രഭാതത്തിൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വേറെയും ചില കളികൾ നടന്നിട്ടുണ്ട്. എന്തായാലും ഒരു സുപ്രഭാതത്തിൽ യുവതി കൊണ്ടുപോയി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അപ്പോഴും ഇരയെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകളൊന്നും നടത്തിയിരുന്നില്ല രാഹുൽ. അപ്പോഴും നിശബ്ദനായ തന്നെ നിൽക്കുന്നത്. രാഹുലിൻ്റെ സ്വഭാവം നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കുക വയ്യ. ഇത് മാത്രമല്ല പല പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ ആളുകൾ പറയും, നമുക്കറിയില്ല. എന്തായാലും ഇതോടെ യുവതിക്ക് കലിപ്പ് പൊട്ടി. രാഹുലിനെതിരെയുള്ള പരാതിയുടെ വിശദാംശങ്ങൾ അപ്പോൾ പുറത്തേക്ക് പ്രത്യേക PR ടീമുകൾ ആളുകൾ ചോർത്തി കൊടുത്തുകൊണ്ടിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷയും മറ്റ് തെളിവുകളുമായി രാഹുൽ രംഗത്തെത്തിയത്. ഇതോടെ ജനം ഈ വിഷയം പച്ചയ്ക്ക് ചർച്ച ചെയ്ത് തുടങ്ങി. എന്നിട്ട് ജനം പറയുന്നത് എന്താ? ഇതിൽ 2 കൂട്ടരും തെറ്റുകാരാണ്. ഇതിൻ്റെ അകത്ത് ഇര ആരാണ് എന്നത് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ ആ യുവതിയുടെ ഭർത്താവായിരിക്കും ഇര എന്ന് ഒരാളുകൾ പരസ്യമായി പറയുന്നു. നമുക്കറിയാം, ദീപ ജോസഫൊക്കെ പരസ്യമായി പറഞ്ഞിരുന്നു. ഇവിടെ ചില കാര്യങ്ങൾ കൂടി ഇനി വ്യക്തമാകാനുണ്ട്. ആ യുവതിയുടെ ഭർത്താവ് പരാതി കൊടുക്കുമെന്നാണ് ഇന്ന് ഞാൻ അറിയുന്നത്. യുവതിക്കെതിരെ ചില പരാതി കൊടുക്കാനുള്ള കാര്യങ്ങൾ അയാൾ നീക്കുന്നുവെന്ന്. ഇപ്പോൾ രാഷ്ട്രീയപരമായി വലിയ സമ്മർദ്ദം അയാൾ നേരിടുന്നു. അതിൽ നിന്ന് മുക്തനായതിനു ശേഷം യുവതിക്കെതിരെ പരാതി കൊടുക്കുമെന്ന് പറയുന്നു. അയാൾക്ക് പലതും പറയാനുണ്ടെന്ന് പറയുന്നു.
ഇയാളുമായി സംസാരിച്ചു എന്ന് പറയുന്ന രാഹുൽ ഈശ്വർ. എന്തായാലും യുവതിയുടെ ഭർത്താവ് ഇനി പറയുന്ന കാര്യങ്ങൾക്കാവും കൂടുതൽ വില. ഇനി ഭർത്താവ് പീഡിപ്പിച്ചു എന്ന് പറയുന്ന കഥയ്ക്കൊന്നും വലിയ സാങ്കത്യമില്ല. കാരണം അയാൾക്കെതിരെ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. ഇനി പരാതി കൊടുത്തിട്ടും കാര്യമില്ല. വളരെ അഭ്യസ്തവിദ്യയായ ഒരു യുവതിയാണ്. എന്നിട്ടും എന്തുകൊണ്ട് അയാൾക്കെതിരെ പരാതി കൊടുത്തില്ല? അപ്പോൾ ജനം സ്വാഭാവികമായി സംശയിക്കും. വിവാഹിതയാണ്, ശരിയാണ്. പക്ഷേ മറ്റൊരു നല്ല സുമുഖനായ ചെറുപ്പക്കാരനുമായ ഒരു അടുപ്പം വന്നപ്പോൾ എന്നാൽ പിന്നെ അതാകാം എന്ന് കരുതി യുവതി ചിലപ്പോൾ അയാളിലേക്ക് അടുത്തിരിക്കാമെന്നൊക്കെ ചിന്തിക്കും. ഇതൊന്നും ഇരയെ അപകീർത്തിപ്പെടുത്താനല്ല. പക്ഷേ ശരിക്കും ഒരു ഇര എങ്ങനെയാണോ? അവിടെയാണ് നമുക്ക് ഒരുപിടി സംശയങ്ങളുള്ളത്. ഇവിടെ രണ്ടുപേരും തുല്യമായി കുറ്റം ചെയ്തിരിക്കുന്നു. പക്ഷേ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചതിവിൻ്റെ എലമെൻസ് ഉണ്ടോ എന്ന് അത് വീണ്ടും കോടതി പരിശോധിക്കട്ടെ. ഈ യുവതി ഏതെങ്കിലും തരത്തിൽ ചതിച്ചിട്ടാണോ രാഹുൽ ഉപയോഗപ്പെടുത്തിയത്? പക്ഷെ അത് വിശ്വസിക്കാൻ നമ്മുടെ മുന്നിൽ തെളിവുകളില്ല. അത് വിശ്വസിപ്പിക്കാൻ യുവതിയുടെ കയ്യിൽ കാര്യമായ തെളിവുകളില്ല. യുവതി പുറത്തുവിട്ട തെളിവുകളൊക്കെ ഏറെ ദുർബലമായ തെളിവുകളാണ്. അതിലൊക്കെ ആദ്യം നമ്മൾ ധരിച്ചത് എന്താണ്? വിവാഹ വാഗ്ദാനം നൽകി വിവാഹം പോലും കഴിക്കാത്ത ഏതൊരു കൊച്ചു പെൺകുട്ടിയെ ചതിച്ച ഏറ്റവും ക്രൂരനായ ഒരു കാമഭ്രാന്തന എന്ന നിലയിലാണ്. പിന്നീടാണ് ഇവളൊരു വിവാഹിതയാണ്. ഇനി പോട്ടെ, കുറേ അധികം വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിച്ച് ഭർത്താവുമായി പിരിഞ്ഞ് ഒറ്റയ്ക്കൊക്കെ ഒരു താമസിക്കുന്ന യുവതിയാണെങ്കിൽ ഇത്തരം ബന്ധങ്ങളിലൊക്കെ ചെന്നുപെടും. അതിലൊന്നും തെറ്റ് പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഏറെ വ്യത്യസ്തമാണ്. ഇനി വിവാഹം കഴിച്ച യുവതികൾക്ക് പോലും ഇത്തരം തെറ്റുകളൊക്കെ സംഭവിക്കാം. പക്ഷെ ഇവിടെ ആ തെറ്റുകളല്ല ജനം വിലയിരുത്തുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിനെതിരെയുള്ള ഒരു യുവതിയുടെ ഇര എന്ന നിലയിലുള്ള പോരാട്ടമാണ്. ഇതിന് നമുക്ക് ആ തലത്തിൽ ഒരു ഉദാത്ത പോരാട്ടമായൊന്നും കാണാൻ കഴിയില്ല. മറ്റൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഹർജിയിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ഞാൻ ആ പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിട്ടില്ല എന്നുള്ളത്. ആ പെൺകുട്ടി പുറത്തുവിട്ട ചാറ്റിനകത്തും ഈ പറയുന്ന ഓഡിയോയിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതെന്ന ശബ്ദമുള്ള ആളിൽ നിന്ന് ഗർഭചിത്രത്തിൻ്റെ ചില പ്രേരണകൾ വരുന്നുണ്ട്. എന്നാൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഹർജിയിൽ തന്നെ പറയുന്നുണ്ട്, അത് അവരുടെ ഭർത്താവിൻ്റെ കുട്ടി തന്നെയാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ, അത് അവരുടെ ഭർത്താവിൻ്റെ കുട്ടിയാണെങ്കിൽ ആ ഒരു ഗർഭം ഇല്ലാതാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് അധികാരമുള്ളത്? അയ്യോ, ഭർത്താവിൻ്റെ ആണെങ്കിൽ രാഹുലിനതൊരു വലിയ ശല്യമല്ലേ? അപ്പോൾ രാഹുലുമായുള്ള സൗഹൃദം അതിശക്തമാണെങ്കിൽ ആ ഒരു സ്ത്രീ ഗർഭാവസ്ഥയിലൂടെ പോകുന്ന കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതും ഇഷ്ടമില്ലാത്ത ഒരു ഭർത്താവിൽ നിന്നൊരു കുഞ്ഞുണ്ടാകുന്നതൊന്നും രാഹുലിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാവും രാഹുൽ അത്യാവശ്യമായി ഗർഭചിത്രം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. രണ്ട് തലകളാണത്. അതുകൊണ്ട് ആ വാദം നിൽക്കില്ല. ഞാനത് ശരിയെന്ന് പറയുന്നില്ല. ആ വാദം നിലനിൽക്കില്ല. ഒരു പെണ്ണ് എന്തായാലും തൻ്റെ കുഞ്ഞ് മറ്റൊരാളുടേതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പച്ചയ്ക്ക് രംഗത്തെത്താനുള്ള സാധ്യതയില്ല. കാരണം സ്ത്രീകളുടെ എന്തൊക്കെ പറഞ്ഞാലും ഒരു മനസ്സുണ്ട്. ഇവിടെ ഭർത്താവിൻ്റേതാണ് ആ ഗർഭമെന്ന് വിശ്വസിക്കുക വയ്യ. പക്ഷേ രാഹുൽ ആ ഗർഭത്തെ കൈയൊഴിഞ്ഞു എന്നത് വാസ്തവമാണ്. അവിടെ രാഹുലിൻ്റെ ഒരു സ്വാർത്ഥത ഉണ്ടാവാം. പക്ഷേ ഇവിടെ ആ യുവതിയുടെ അത്തരം നിലപാടുകളെ നമുക്ക് അംഗീകരിക്കാനും കഴിയില്ല. രാഹുൽ തന്നെയാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് അത് അവരുടെ ഭർത്താവിന്റെ കുട്ടിയാണ് എന്നുള്ളത്. അതിന് തെളിയിക്കാൻ DNA ടെസ്റ്റ് ഒന്നും മാർഗമില്ല. കാരണം ഗർഭം ഇല്ലല്ലോ. ഏതോ ഒരു സിനിമയില് താക്കോലെവിടെ എന്ന് ചോദിച്ചതുപോലെ അതിൽ രക്ഷയൊന്നുമില്ല. ഇനി വൈദ്യപരിശോധനയിലൊന്നും കണ്ടെത്താൻ കഴിയില്ല. ഡോക്ടറോടുള്ള ചോദ്യത്തിൽ ഡോക്ടറുടെ മുന്നിൽ അന്ന് തെളിവുണ്ടാവില്ല. കാരണം അന്ന് DNA പരിശോധന നടത്തി റിസൾട്ട് വെച്ചിട്ടില്ല ഡോക്ടർ കയ്യിൽ. ഒരു ഗർഭചിത്രം നടന്നു, ശരിയാണ്. പക്ഷേ നിയമത്തിന് മുന്നിൽ, കോടതിക്ക് മുന്നിൽ ചെല്ലുമ്പോൾ ആ ഗർഭത്തിന് ഉത്തരവാദി ആര്? അത് അത്ര എളുപ്പമല്ല. ഇതിപ്പോൾ ഒരു സ്ത്രീക്ക് പിന്തുണ കൊടുക്കുക, ആ സ്ത്രീയോടൊപ്പം നിൽക്കുക, ഇരയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളെല്ലാം ഒപ്പം കൂടുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞതിൽ നിന്ന് മാധ്യമങ്ങളിൽ ചിലർക്കുള്ള ചില ചൊരുക്കുകൾ ഇതിനുള്ളിൽ തീർത്തു എന്നും പറയുന്നുണ്ട്. ഈ മാധ്യമ പ്രവർത്തനം ഇതെങ്ങോട്ടാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അല്ല, മാധ്യമ പ്രവർത്തനമൊക്കെ ഇപ്പോൾ അജണ്ട വെച്ചിട്ട് മാധ്യമപ്രവർത്തകർക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളർച്ചയും ഇവൻ്റെ അഹങ്കാരവും ഇവൻ്റെ ഈ പൈങ്കിളിത്തരവും, കാരണം ഒരുപാട് വനിതാ ജേർണലിസ്റ്റുകൾ ഉൾപ്പെടെ ഈ രാഹുലിൻ്റെ പിന്നാലെ പായുന്നു. ഇതെല്ലാം കൂടെ കണ്ട് ഇയാളുടെ കലിപ്പുള്ളവരുണ്ട്. പിന്നെ രാഷ്ട്രീയപരമായി എതിർപ്പുള്ളവരുണ്ട്. ചില ചാനലുകളെ പണ്ട് തൊട്ടേ രാഹുൽ പച്ചയ്ക്ക് എതിർത്തിരുന്നു. അവരെ തകർക്കുമെന്ന് പറഞ്ഞിരുന്നു. അവരുടെ ഇടതുപക്ഷ നിലപാടുകളെ ചോദ്യം ചെയ്തിരുന്നു. പിന്നെ രാഹുൽ എല്ലാത്തിൻ്റെയും ഒരു എക്സ്ട്രീമാണല്ലോ. ഈ സദാചാരത്തിൻ്റെ കാര്യത്തിലും എക്സ്ട്രീമായിട്ട് മറ്റുള്ളവരെ അപഹേളിക്കുന്നതൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എടുത്തിട്ട് ട്രോളാക്കുകയാണ്. അപ്പോൾ വ്യക്തിപരമായി, സദാചാരപരമായി, ധാർമ്മികമായി രാഹുലിന് വലിയ വീഴ്ചയും തോൽവിയുമാണ് സംഭവിച്ചത്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇതൊന്നും വലിയ കഥയില്ല. കാരണം ഇതിനേക്കാൾ വലിയ തോൽവികൾ ഏറ്റുവാങ്ങിയ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കുട്ടികളുള്ള
ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന കുട്ടികൾ ഓൺ ഭാര്യയിലല്ല, പുറത്ത്. അതൊക്കെ നമ്മൾ എത്രയോ കേട്ടിരിക്കുന്നു. അപ്പം അതിലൊന്നും വലിയ പൊളിറ്റിക്സിൽ ഇതൊരു വലിയ പ്രശ്നമാകില്ല. പക്ഷേ ജീവിതത്തിൽ രാഹുലിനെ സംബന്ധിച്ച് ഒരു ഏറെ വേദന ഉണ്ടാക്കിയ സംഭവമാണ്. രാഹുലിൻ്റെ ചില അബദ്ധങ്ങൾ ഇത്തരം ചില വീഴ്ചകളിൽ തന്നെ അവസാനിച്ചു. പിന്നെ ഇതൊക്കെ നമുക്ക് മറ്റൊരു തലത്തിൽ വിലയിരുത്തുമ്പോൾ പൊളിറ്റിക്സിൽ ഇതൊന്നും അത്ര കണ്ട് ഫ്യൂച്ചറിൽ ബാധിക്കണമെന്നില്ല. പക്ഷെ വീഴ്ച സംഭവിച്ചു. എന്തായാലും രാഹുൽ വിഷയത്തിൽ ഈ പറയുന്നത് പോലെ തന്നെ പുതിയ തെളിവുകളുമായി രാഹുൽ കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുന്നു. യുവതിയുടെ കൈകളിലുള്ള രേഖകളുമായി മുൻപോട്ട് വരുന്നു. ഇപ്പോഴും കേരളം ചോദിക്കുകയാണ് ഇവിടെ ഇര ആരാണ് എന്നുള്ളതൊരു ചോദ്യം മാത്രമായി അവസാനിക്കുകയാണ്. പക്ഷേ ഇതിന് പിന്നിൽ ഒരു കൃത്യമായ ഗൂഢാലോചന എവിടെയൊക്കെയോ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ്. എന്തായാലും രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.